ഗുഡ് ഈവനിംഗ് 24 എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി നിരപരാധിയെ ജയിലിൽ അടച്ചു. വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജീവനാവശ്യം നൽകുന്നില്ല എന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്ങൽ അബൂബക്കർ 4 ദിവസം ജയിലിൽ കിടന്നത്. എൻ്റെ വീട് ഫ്രണ്ട് വന്നിട്ടേ ചോദിച്ചെന്നോട് അതാരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരാ ചോദിച്ചേ, അബൂബക്കറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അതുകൊണ്ട് വരാൻ പറഞ്ഞു, സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അന്ന് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലേക്ക് പോണ വഴിയിൽ തന്നെ നമ്മൾ ഹൈവേക്ക് എത്ര മിനിറ്റ് തന്നെ ഒരു അരക്കിലോമീറ്റർ എത്തിയപ്പോൾ എനിക്ക് ഡൗട്ട് വന്നപ്പോഴേ ചോദിച്ചു അബൂബക്കർ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് അത് ഞാൻ നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അപ്പം തന്നെ വണ്ടി നിർത്തിയിട്ട് ആൾ അഡ്രസ്സ് എടുത്ത്. അപ്പോൾ പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ. അപ്പം ഞാൻ പറഞ്ഞ് വടക്കേപ്പുറത്ത് ഫാത്തിമൻ്റെ ഉമ്മാണ്, അബൂബക്കർ ഞാനാണ്. പക്ഷേ ഒരിക്കലും ഇതെൻ്റെ ഉപ്പയുടെ പേര് വരേണ്ട അഡ്രസ്സാണത്. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരലില്ല. ഇന്നലെ ഒരു കത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഇതാക്കണം. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ട് ഇത് നോക്കിയപ്പോൾ വേറെ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ ഇവിടെയൊക്കെ തന്നെ ഈ വടക്കേപ്പുറത്ത് ഫാത്തിമ എന്നാണ്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ എന്താ ചെയ്യാം, കാരണം നമുക്ക് ആ സമയത്ത് രാത്രി 2 പേരിൽ കൂടുതൽ സഹായത്തിൻ്റെ ആളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഇതായിട്ട്. അപ്പോൾ നമ്മളവിടെ കിടക്കണമെന്ന് വെച്ചാൽ കാലത്ത് നമുക്ക് എന്തെങ്കിലും പരിഗണിക്കാം. കാലത്ത് വരുന്ന ആൾക്കാരും കണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ CI സാറാണെങ്കിൽ ഇവനെ കൊണ്ടുപോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഗൗരവത്തിലെടുത്തിട്ട്, കാരണം ഇത് നമ്മൾ വലിയൊരു കേസാണിത് എന്നുള്ളത് മനസ്സിലാക്കി. അവർ നേരെ അവിടെ എന്താക്കി ഇവിടെ കൊടുന്നു, തിരൂര് കുടുംബ കോടതി കൊടുന്നു. അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്, പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഷഹദിൽ ആശയക്കുഴപ്പം സംഭവിച്ചത് എങ്ങനെയാണ്? ഈ വിലാസം മാറി അറസ്റ്റ് ചെയ്തു എന്നത് തന്നെയാണോ അബൂബക്കറും ഉന്നയിക്കുന്ന പരാതി? എന്താണ് ഇതിൽ സംഭവിച്ചത്? പ്രവിധ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഇത്തരത്തിൽ നിരപരാധിയായിട്ടുള്ള ഒരാൾ ജയിലിൽ കഴിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. മലപ്പുറം വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറാണ് തവനൂർ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം തിരൂർ കുടുംബ കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ പോലീസിന് അഡ്രസ്സ് മാറി പകരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. 4 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ 4 ലക്ഷം രൂപ അബൂബക്കറിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ച് ഇത്തരത്തിൽ ആളുമാറി എന്നുള്ളത് പിന്നീട് ഈ അബൂബക്കറിന്റെ കുടുംബത്തിന് മനസ്സിലാവുകയും അബൂബക്കറിന്റെ കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പോലീസിന് കൃത്യമായിട്ട്, അതായത് ഭാര്യമാരുടെ പേര് മാത്രം നോക്കിയാൽ മതിയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അബൂബക്കറിന്റെ ഭാര്യ അല്ല നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. അതായത് മാറിപ്പോയ മറ്റേ അബൂബക്കറിന്റെ ഭാര്യയാണ്. എന്നാൽ അദ്ദേഹം ഗൾഫിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഭാര്യമാരുടെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പോലീസിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു സംശയം വരികയോ അല്ലെങ്കിൽ ഒരു നിരപരാധിയായിട്ടുള്ള ഒരാൾ ജയിലിൽ കിടക്കുകയോ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ കുടുംബം നോക്കി കാണുന്നത്. പ്രത്യേകിച്ച് കുറച്ച് ദിവസമാണെങ്കിൽ പോലും ജയിലിൽ കിടക്കുക, അതും നിരപരാധിയായിട്ടുള്ള ഒരാൾ ജയിലിൽ കിടക്കുക എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായ വേദന വളരെ വലുതാണ്. പ്രത്യേകിച്ച് സമൂഹത്തിലും വലിയ രീതിയിൽ ഒരു മാനക്കേട് അല്ലെങ്കിൽ അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കുടുംബത്തെ കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുടുംബം, അബൂബക്കറിന്റെ കുടുംബം, ഈ കുടുംബ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സമീപിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ ഒരു പിഴവ്, ആ പിഴവ് ചൂണ്ടിക്കാണിച്ചാണ് അബൂബക്കറിന്റെ കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിലാണ് സംഭവം. ആളുമാർ നിരപരാധിയെ ജയിലിൽ അടച്ചു. 4 ദിവസമാണ് അബൂബക്കറിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്.
മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കൊച്ചിയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അത്താണിയിൽ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മലങ്കര ഡാമിന്റെ ഷട്ടർ കൂടുതൽ ഉയർത്തി. മഴക്കാലപൂർവ്വ ശുചീകരണം പാളി എന്നാരോപിച്ച് കൊച്ചിയിലും തൃശൂരിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കോട്ടയം ജില്ലയിലും രാവിലെ മുതൽ ശക്തമായ മഴയാണ്. കാലവർഷത്തിനു മുമ്പ് മഴ കനത്തതോടെ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലും കലൂർ ആസാദ് റോഡിലും മഴ യാത്രക്കാരെ വലച്ചു. ഗതാഗതവും തടസ്സപ്പെട്ടു. കാക്കനാട് അത്താണി കീരേലിമലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. മലങ്കര ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതോടെ മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയെന്നാരോപിച്ച് കൊച്ചിയിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഓരോ ഡിവിഷൻ തലത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ മേജറായിട്ടുള്ള തോടുകൾ ഒന്നും തന്നെ തൊടാത്ത അവസ്ഥ. നമുക്കറിയാം, എല്ലാ കാണകളിലും പ്ലാസ്റ്റിക് കുപ്പികളും പായലുകളും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. തൃശൂർ ജില്ലയിലും മഴ ശക്തമാണ്. അശ്വിനി ആശുപത്രിയിലും 2 ഫ്ളാറ്റുകളിലും വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായത് കോടികളുടെ നഷ്ടമാണ്. കോർപ്പറേഷനിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും BJPയും കോർപ്പറേഷനിലേക്ക് പ്രതിഷേധം നടത്തി. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. മേയറും സംഘവും വിനോദയാത്ര പോയിരിക്കുന്നു. മൂന്നാറിലാണെന്ന് പറയുന്നു, കൊല്ലം ബീച്ചിലാണെന്ന് പറയുന്നു, തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. എവിടെയാണ് മേയർ എന്ന് 3 ദിവസമായിട്ട് അറിയുന്നില്ല. കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഓണംതുരുത്തിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. ഞീഴൂരിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മഴക്കെടുതിയിൽ വലഞ്ഞ സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളും. കോഴിക്കോട് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. പന്തിരാങ്കാവിൽ ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം ജലവിഭവ വകുപ്പിന്റെ വീഴ്ചയെന്ന് മേയർ കുറ്റപ്പെടുത്തി. മലപ്പുറത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ അതിതീവ്ര മഴയാണ് കോഴിക്കോട് അനുഭവപ്പെട്ടത്. തോരാമഴയിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. ബാലുശ്ശേരി, നന്മണ്ട, രാമനാട്ടുകര, പെരുമണ്ണ എന്നിടങ്ങളിൽ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. പന്തീരങ്കാവ് ദേശീയപാത 66 സർവീസ് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്ന് വീടുകൾക്ക് മുകളിലേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. അശാസ്ത്രീയ നിർമ്മാണമാണ് നടന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിന്റെ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, ഈ രൂപത്തിൽ ചെയ്യണം. കാരണം അംഗനവാടി, അമ്പലം, വീടുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പരമാവധി ഹൈറ്റ് കുറച്ചിങ്ങാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവർ അത് രൂപത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ അതിന് വിപരീതമായിട്ടാണ് വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കക്കയത്ത് മരം കടപുഴകി വീഴുന്നതിനിടെ സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പനങ്ങാട് പഞ്ചായത്ത് അംഗം ലാലി രാജുവാണ് രക്ഷപ്പെട്ടത്. മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മാനാഞ്ചിറയ്ക്ക് സമീപത്തെ റോഡും ഇത്തവണയും വെള്ളത്തിനടിയിലാണ്. കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് മേയർ ബീന ഫിലിപ്പ് 24-നോട്. ദുരന്ത നിവാരണത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ പണത്തിൻ്റെ ഒരു കണക്ക് പഴയത് മാത്രം നോക്കി നിൽക്കാൻ പറ്റില്ല. ആ ഒരു തീരുമാനം ധൈര്യത്തോടെ എടുക്കാൻ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വകുപ്പിനും സാധിച്ചെങ്കിലേ നമുക്ക് ഈ പണി വേഗത്തിൽ തുടങ്ങാൻ പറ്റുള്ളൂ. നന്മണ്ട ചീക്കിലോട് മതിൽ തകർന്ന് വീടിന് മുകളിലേക്ക് പതിച്ചു. കുന്നമംഗലത്ത് പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പെരുവയലിൽ മരം വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും നശിച്ചു. മലപ്പുറത്ത് പലയിടങ്ങളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നിയൂരിൽ കല്ലടത്താഴത്ത് SC കോളനിയിലെ വീടുകൾ അപകടാവസ്ഥയിലാണ്. തേഞ്ഞിപ്പലം പള്ളിക്ക ബസാറിൽ വീടുകളിൽ വെള്ളം കയറി. വയനാട് മരിയനാട് വളാഞ്ചേരി കോളേരി റൂട്ടിൽ മരം കടപുഴകി വീണു. മലപ്പുറം വയനാട് ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. വർക്കല ക്ലിഫിൽ മണ്ണിടിഞ്ഞു. വെള്ളക്കെട്ടിൽ നഗരത്തിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നു. സംസ്ഥാന നഗരത്തിലും മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. രാത്രി മുതൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, വള്ളക്കടവ്, കരമന ഭാഗത്ത് വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്നുള്ള കുന്നിന്റെ ഒരു ഭാഗം രാവിലെ ഇടിഞ്ഞു വീണു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടിയിലേക്കുള്ള യാത്രാവിലക്ക് തുടരുകയാണ്.
അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. നെയ്യാറ്റിൻകര ധനുവച്ചപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മതിൽ മഴയിൽ ഇടിഞ്ഞു വീണു. കനകക്കുന്നിൽ മഴയിൽ കൂറ്റൻ മരം കടപുഴകി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. കൊല്ലം കിഴക്കേക്കല്ലടയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൊച്ചിപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തമൊഴിവായി. കുട്ടനാട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും സമീപ വീടുകളിലും വെള്ളം കയറി. പത്തനംതിട്ടയിൽ മരം വീണ് 3 സ്കൂട്ടറുകൾ തകർന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും രാത്രിയിലും മഴ കനക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുതുക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി നടത്തിയ ചർച്ചയിലെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഉത്തരവിൽ പറയുന്നത് എന്തൊക്കെയാണ്? പ്രവിധ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും വലിയ പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധത്തിന് പിന്നാലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ച ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതുക്കിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ: ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഉള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റുകൾ പ്രതിദിനം നടത്താം. 2 മോട്ടോർ വാഹന ഇൻസ്പെക്ടറാണ് ഒരു ഓഫീസിലുള്ളതെങ്കിൽ അവിടെ 80 ടെസ്റ്റുകൾ നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഉത്തരവിൽ പറയുന്നത്. ഒപ്പം നേരത്തെ ഈ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ തൊഴിലാളികളുടെ അടക്കമുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് 18 വർഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ഉത്തരവിലുള്ളത്. അതുപോലെ പഴയതുപോലെ തന്നെ, അതായത് ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം മതി റോഡ് ടെസ്റ്റ് എന്നുള്ള തീരുമാനത്തിലേക്കും ഈ ഉത്തരവിലൂടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ഡ്യുവൽ ക്ലച്ചും ഡ്യുവൽ ബ്രേക്കുമുള്ള വാഹനങ്ങൾ അത് ഉപയോഗിക്കരുതെന്നായിരുന്നു ആദ്യത്തെ ഉത്തരവിലുണ്ടായിരുന്നത്. ആ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് വന്നിട്ടുണ്ട്. റോഡ് സുരക്ഷ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ഡ്യുവൽ ക്ലച്ച്, ഡ്യുവൽ ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കാമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം സംബന്ധിച്ച കാര്യമാണ്. ഗ്രൗണ്ടുകളുടെ നവീകരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ ഒരു ഡിസൈൻ കൃത്യമായി വിശദമായി നിയമപരമായ ഡിസൈൻ തയ്യാറാക്കി അത് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കണം. അത് 1 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുമ്പോൾ കൃത്യമായ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ, അതായത് ആ സ്കൂളിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നിർബന്ധമായും ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. പ്രവിധ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുതുക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. വിവരങ്ങളാണ് അഖിൽ ഷാ അൻസാർ നൽകിയത്. 6ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ്. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലായി 58 മണ്ഡലങ്ങളാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മനോഹർലാൽ ഖട്ടർ, മെഹബൂബ മുഫ്തി, മേനക ഗാന്ധി, ധർമ്മേന്ദ്ര പ്രധാൻ, സംബിത് പാത്ര, ബാൻസി സ്വരാജ്, അഭിജിത്ത് ഗംഗോപാധ്യായ, സോംനാഥ് ഭാരതി, കനയ്യകുമാർ തുടങ്ങിയവരാണ്
ആറാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഭീകരരെ വധിക്കുന്നതിൽ ഇന്ത്യ സഖ്യം കണ്ണീരൊഴുക്കുന്നുവെന്നും താൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമിതി തന്നെ കർത്താർപൂർ ഇടനാഴി യാഥാർത്ഥ്യമായിരുന്നെന്നും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवादियों को घर में घुसकर मारने का साहस, दूसरी तरफ इंडी वाले हैं जो आतंकवादियों के एनकाउंटर पर आंसू बहाते हैं. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹിയിലെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. അത്യന്തം ആവേശകരമായാണ് ഡൽഹിയിലെ പരസ്യ പ്രചരണം അവസാനിച്ചത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. ഡൽഹിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ സാധ്യത. കർണാടക സർക്കാർ നൽകിയ കത്ത് പരിശോധിക്കുകയാണെന്നും തുടർ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പ്രജ്വൽ ഉടൻ തിരിച്ചെത്തി വിചാരണ നേരിട്ടില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് JDS അധ്യക്ഷൻ HT ദേവഗൌഡ മുന്നറിയിപ്പ് നൽകി. 27 ദിവസമായി വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കാൻ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കർണാടക സർക്കാർ. ഇതിനായി പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിനുമേൽ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതും 6ഓളം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തതും ഇതേ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിൽ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നാണ് കർണാടക സർക്കാരിന്റെ ചോദ്യം. എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച രണ്ടാമത്തെ കത്തിൽ മന്ത്രാലയത്തിന്റെ അനുകൂല പ്രതികരണമുണ്ടായെന്നാണ് സൂചന. അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ താക്കീതുമായി JDS അധ്യക്ഷൻ HT ദേവഗൌഡ രംഗത്തെത്തി. പ്രജ്വൽ ഉടൻ നാട്ടിലെത്തി വിചാരണ നേരിടണമെന്ന് ദേവഗൌഡ ആവശ്യപ്പെട്ടു. ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും നിലപാട്. 24 ബംഗളൂരു. സ്വാതി മാലിവാളിന്റെ പരാതിയിൽ രോഗബാധിതരായ തന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ശ്രമമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പോലീസിന്റെ വരവിനായി കാത്തിരിക്കുന്നുവെന്നാണ് സമൂഹമാധ്യമമായ എക്സിലെ കുറിപ്പ്. കെജ്രിവാളിന്റെ രക്ഷിതാക്കളെ പ്രധാനമന്ത്രി പീഡിപ്പിക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടിയും കുറ്റപ്പെടുത്തി. എന്നാൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തില്ല എന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചത്. ചോദ്യം ചെയ്യലിന് സമയം തേടി ഡൽഹി പോലീസ് സമീപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമൂഹമാധ്യമമായ എക്സിൽ കുറിപ്പിട്ടത്. എപ്പോൾ വരുമെന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചില്ലെന്നും കുറിപ്പിലുണ്ടായിരുന്നു. തന്റെ മാതാപിതാക്കൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണോ എന്നും കെജ്രിവാൾ നരേന്ദ്രമോദിയോട് ചോദിച്ചു. മാതാപിതാക്കളെ കൈപിടിച്ചു നടത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് കെജ്രിവാളിന്റെ ചോദ്യം. തന്റെ അറസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. കെജ്രിവാളിന്റെ രക്ഷിതാക്കളെ പ്രധാനമന്ത്രി പീഡിപ്പിക്കുന്നുവെന്നും ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. സ്വാതി മാലിവാളിനെ കെജ്രിവാളിന്റെ PA ആക്രമിച്ച സമയത്ത് വസതിയിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്താനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. എന്നാൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയേക്കില്ല എന്നും സൂചനയുണ്ട്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് പണം കൈമാറിയത്. ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സൗദി അറേബ്യയിൽ നിന്ന്. ജലീൽ, മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. തുക കൈമാറിയിട്ടുണ്ട്. ഇനി മോചനം എപ്പോഴാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ അതെങ്ങനെയായി? ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് നടന്നത്. റഹീമിന്റെ മോചനത്തിനായുള്ള 1.5 കോടി സൗദി റിയാൽ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായി റിയാദിലെ നിയമസഹായ സമിതി ഇന്ന് അറിയിച്ചു. നാട്ടിൽ സ്വരൂപിച്ച 34 കോടി ഇന്ത്യൻ രൂപ ഇന്നാണ് കൈമാറിയത്. എംബസി ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറിയത്. ഫണ്ട് കൈമാറണം എന്ന ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം കഴിഞ്ഞ ബുധനാഴ്ചയാണ് റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തൂവൂരിന് ലഭിച്ചത്. ഈ കൈമാറാനുള്ള നടപടികൾക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന ഒരു അഫിഡവിറ്റും റഹീമിന്റെ കുടുംബം ഇന്ന് രാവിലെ എംബസിയിൽ എത്തിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ഇന്ത്യൻ എംബസി റിയാദിലെ ഗവർണറേറ്റിന് കൈമാറും. ചെക്ക് ലഭിച്ച ഉടൻ തന്നെ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കാൻ ഈ കൊല്ലപ്പെട്ട സൗദി പൗരനായ ഈ അനസിന്റെ അനന്തരാവകാശികളോ അല്ലെങ്കിൽ വാദിഭാഗം അവരുടെ അഭിഭാഷകനോ ഗവർണറേറ്റ് മുമ്പാകെ ഹാജരാകും.
അതേസമയം തന്നെ റഹീമിന്റെ വക്കീലും ഗവർണറേറ്റിൽ എത്തി കരാറിൽ ഒപ്പുവെക്കും. ഇതാണ് നടപടിക്രമം. പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് കോടതിക്ക് നൽകും. കോടതിക്ക് ഇത് ലഭിച്ചാൽ കോടതി രേഖകൾ പരിശോധിച്ച് അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം തുടർ നീക്കങ്ങൾ നടത്തും എന്നാണ് നിയമസഹായ സമിതി ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, നീക്കമാണ് ഇന്ന്. ശരി, ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്നതിനെതിരെ സ്വാതി മാലിവാൾ MP ഇരയായ താൻ വീണ്ടും അപമാനിക്കപ്പെടുന്നു, നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിക്രമത്തിൽ കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് സ്വാതി മാലിവാൾ രംഗത്തെത്തി. തന്നെ ആക്രമിച്ചത് ആരുടെയെങ്കിലും നിർദ്ദേശാനുസരണമാണോ എന്ന് അറിയില്ല. സംഭവസമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും താൻ ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നും സ്വാതി മാലിവാൾ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു. वो पार्टी आज बिभव कुमार को बचाने के लिए अरविंद केजरीवाल जी के साथ सड़क पे उतरती है, महिला नेता सड़क पे उतरते हैं. तो मेरे बहुत सारे सवाल हैं और मैं इस वक्त बहुत आहत हूँ, मैं बहुत अकेली हूँ और मुझे धमकाया गया था कि तुम्हें ख़त्म कर देंगे. पर मैं इतना बता दूँ कि मैं ख़त्म नहीं होंगी, मैं सच बोल रही हूँ और मुझे ऐसा लगता है कि सच में बहुत शक्ति है. പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.